നമസ്കാരം. സംഗീത സംവിധായകന്റെ തിരോധാനത്തിലെ അന്വേഷണം അഹമ്മദാബാദ് വിമാന ദുരന്തത്തിലേക്കും നീളുന്നു. സംവിധായകനെ ദിവസങ്ങളായി കണ്ടുപിടിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ചോ എന്ന് സംശയിച്ച് കുടുംബം. ഇദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ അവസാനമായി കാണിച്ചത് ദുരന്തം നടന്ന സ്ഥലത്ത് നിന്ന് 700 മീറ്റർ അകലെയാണ് എന്ന് പറയാം. നരോദയിലെ താമസക്കാരനായ മഹേഷ് കാലാവാഡിയെയാണ് കാണാതായത്. മ്യൂസിക് ആൽബങ്ങളും സംവിധായകനായ അദ്ദേഹം സംഭവം നടന്ന ദിവസം ഉച്ചയ്ക്ക് ലോ ഗാർഡൻ പ്രദേശത്ത് ഒരാളെ സന്ദർശിക്കാൻ പോയിരുന്നതായി ഭാര്യ ഹേതൽ പറഞ്ഞു. അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ എയർപോർട്ടിൽ നിന്നും പറന്നുയർന്ന വിമാനം മേഘാനി നഗറിലെ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ തകർന്നു വീണതിനെ തുടർന്നാണ് വിമാനത്തിൽ 241 യാത്രക്കാർക്ക് പുറമെ വിമാനം പതിച്ചെടുത്ത് 29 പേരും കൊല്ലപ്പെട്ടത്. മഹേഷ് 1:15 തന്നെ ഫോണിൽ വിളിച്ച് മീറ്റിംഗ് കഴിഞ്ഞുവെന്ന് വീട്ടിലേക്ക് വരികയാണെന്നും പറഞ്ഞിരുന്നു. കുറെ നേരം കഴിഞ്ഞും വീട്ടിലെത്താത്തതിനെ തുടർന്ന് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും സ്വിച്ച് ഓഫ് ആയിരുന്നു. പോലീസിനെ അറിയിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ അവസാന ലൊക്കേഷൻ അപകടം നടന്ന സ്ഥലത്ത് നിന്നും 700 മീറ്റർ അകലെയാണ് എന്ന് പറഞ്ഞു. 1:40 ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണോ സ്കൂട്ടറോ കണ്ടെത്താനായിട്ടില്ലെന്നും ഹേതൽ പറയുന്നുണ്ട്. അധികൃതരുടെ ആവശ്യപ്പെട്ടത് പ്രകാരം തന്നെ ബന്ധുക്കൾ DNA സാമ്പിളുകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അപകടത്തിൽപ്പെട്ട നിരവധി പേരുടെ മൃതദേഹങ്ങൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അഹമ്മദാബാദ് വിമാന ദുരന്തം നടന്ന 4 ദിവസം പിന്നിട്ടിട്ടും 47 മൃതദേഹങ്ങൾ മാത്രമാണ് ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞത്. ഇതിൽ 24 മൃതദേഹങ്ങൾ മാത്രമാണ് ഇതുവരെ ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുള്ളതും. അതേസമയം അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ 31 മൃതദേഹങ്ങളും തിരിച്ചറിഞ്ഞു. 200-ലധികം DNA പരിശോധനകൾ പുരോഗമിക്കുകയാണ് എന്ന് പറയാം. AIBയുടെ വിദഗ്ധ സംഘം ഇന്നലെ ദുരന്ത സ്ഥലം പരിശോധന നടത്തി. 270 മൃതദേഹങ്ങളിൽ 31 മൃതദേഹങ്ങളാണ് തിരിച്ചറിയാനായത്. കുടുംബാംഗങ്ങൾ നൽകിയ DNA പരിശോധനയിലൂടെയാണ് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞത്. ഹോസ്റ്റൽ വിദ്യാർത്ഥികളുടെ അടക്കം 19 മൃതദേഹങ്ങൾ കുടുംബത്തിന് വിട്ടു നൽകിയിട്ടുണ്ട്. 200-ലധികം DNA സാമ്പിളുകളുടെ ഫലം കാത്തിരിക്കുകയാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണി, മലയാളി നഴ്സ് രഞ്ജിത എന്നിവരുടെ DNA ഫലവും ലഭ്യമായിട്ടില്ല. DNA പരിശോധന വേഗത്തിലാക്കി മൃതദേഹം വിട്ടു നൽകാനുള്ള നിർദ്ദേശം നൽകിയതായി ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കി. വിമാന ദുരന്തത്തിന്റെ കാരണം കണ്ടെത്താനുള്ള വിദഗ്ധ സമിതികളുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും സ്ഥലത്ത് സന്ദർശനം നടത്തി. വിമാന ദുരന്തം അന്വേഷിക്കാൻ നിയോഗിച്ച പ്രത്യേക സമിതിയുടെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ കോക്പിറ്റ് വോയിസ് റെക്കോർഡർ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയതായി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിമാനത്തിൽ ഉണ്ടായിരുന്ന 241 പേർ ഉൾപ്പെടെ 270 പേരുടെ മരണത്തിന് കാരണമായ അപകടത്തിന് പിന്നിലെ കാരണം തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു നിർണായക കണ്ടെത്തലാണിതെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ദുരന്തബാധിത വിമാനത്തിന്റെ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂവെന്നും എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ നേരത്തെ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്രയ്ക്ക് ബ്ലാക്ക് ബോക്സുകൾ ലഭിച്ചതായും ഞായറാഴ്ച അഹമ്മദാബാദിലെ എയർ ഇന്ത്യ വിമാനാപകട സ്ഥലത്ത് അദ്ദേഹം പരിശോധിക്കുകയും പരിക്കേറ്റവർ ചികിത്സയിൽ കഴിയുന്ന സിവിൽ ആശുപത്രി സന്ദർശിക്കുകയും ചെയ്തുവെന്ന റിപ്പോർട്ടുകളുണ്ട്.